പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഫോക്കസ് ഓൺ ജീസസ് എന്ന ഈ ആത്മീയ കൂട്ടായ്മയിൽ ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഒരു മോർണിംഗ് മെസ്സേജ് പറയുവാൻ ബഹുമാനപ്പെട്ട കർത്തദാസൻ പറഞ്ഞപ്പോൾ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഒരു മെസ്സേജ് പറയാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഭാഗം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് ഒരു വാക്യം വായിക്കാം. എബ്രായർ 12:2 അതിലിപ്രകാരം വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഒരു കൊച്ചു കഥയോടെ ഞാൻ ആരംഭിക്കാം. നാം ഒരു ചെറിയ ചെടി നടുന്നു എന്ന് വിചാരിക്കുക. അതിന് ദിവസവും വെള്ളമൊഴിച്ച് നല്ല വെയിലും വായുവും കിട്ടുന്നിടത്ത് നിർത്തിയാലേ അത് വലുതായി നല്ല ഫലം തരികയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വിശ്വാസവും. നാം യേശുവിലുള്ള വിശ്വാസത്തിൽ ദിവസവും വളരുകയും നിലനിൽക്കുകയും വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്താണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അറിയുമോ? വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ കഷ്ടപ്പാടോ പ്രയാസമോ വന്നാലും യേശുവിലുള്ള ആശ്രയം ഉപേക്ഷിക്കാതിരിക്കുക. എന്തെല്ലാം പ്രശ്നം വന്നാലും, മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയാലും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നാലും, ജോലി ലഭിക്കാതെ വന്നാലും, അങ്ങനെ ജീവിതത്തിൻ്റെതായ എല്ലാ ദുഷ്കരമായ മേടുകളിലൂടെ കടന്നു പോയാലും പ്രാർത്ഥനയും ദൈവവചനവും നാം മറക്കാതിരിക്കണം. നാം അതിലുറ്റിരിക്കുന്നവരായി തീരണം. അപ്പോസ്തലനായ പൗലോസ് 2 തിമോഥെയോസ് 4:7 പ്രകാരം പറയുന്നുണ്ട്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇല്ലേ? ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മൾ പറയുമ്പം എന്തെല്ലാം അപ്പോസ്തലനായ പൗലോസിനൊക്കെ വന്ന ബുദ്ധിമുട്ടുകളില്ലേ, ഞാൻ എന്തെല്ലാം സങ്കടങ്ങളിലൂടെ കടന്നു പോന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറയുന്നുണ്ട്. സ്വജനങ്ങളാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, പിന്നെ പലവട്ടം അടി, പട്ടിണി, പൈതാഹം, അങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടായിട്ട് പോലും അവസാന റിസൾട്ട് ഇതാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ദൈവത്തെ മുറുകെ പിടിക്കുന്നതാണ് സത്യമുള്ള വിശ്വാസം. ഈ വിശ്വാസത്തിൽ എങ്ങനെ നിലനിൽക്കാം എന്നുള്ളത് ഒന്ന് രണ്ട് മാർഗങ്ങൾ ഞാൻ പറയുകയാണ്. ഏറ്റവും ലളിതമായ 3 വഴികൾ. ദിവസവും പ്രാർത്ഥിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായും ദൈവത്തോട് നിർബന്ധമായും പ്രാർത്ഥിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്നാണ്, ഇല്ലേ? ദാനിയേൽ പറയുന്നത്, താൻ പതിവ് ചെയ്യുന്ന പോലെ യെരൂശലേമിൻ്റെ നേരെയുള്ള കിളിവാതിലുകളെ തുറന്നിട്ട് 3 നേരവും പ്രാർത്ഥിച്ചുവെന്നാണ്. നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ഉറ്റിരിക്കണം. അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ പോരാടണം. ഒരു അന്ത്യകാലത്തിൻ്റെ അന്ത്യസമയത്ത് നമ്മൾ വന്നിരിക്കുന്നത്. പൈശാചികൻ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു സമയത്ത് നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രാർത്ഥനയിൽ ദൈവത്തോടിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം, അല്ലേ? ഈ കുടുംബ പ്രാർത്ഥനയുടെ കാര്യമൊന്നും അല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായ ഒരു രഹസ്യ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ബൈബിള് വായിച്ചിരിക്കണം. ദിവസവും ബൈബിള് വായിച്ചിരിക്കണം. അത് നമ്മുടെ ഒരു റൊട്ടീനായി മാറണം. വെറുതെ വായിക്കുകയല്ല, ധ്യാനിച്ച് വായിക്കണം. സങ്കീർത്തനം 119:105 പറയുന്ന പോലെ ദൈവവചനം കാലുകൾക്ക് ദീപവും പാതിക്ക് പ്രകാശവുമാകുന്നു എന്നവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ദിവസവും ബൈബിള് വായിക്കുന്നവർക്കാണ് ദൈവം പാതിക്ക് പ്രകാശമാക്കി തരുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് ഒരു സങ്കീർത്തനം ഒന്ന് നോക്കി പോകുന്നവർക്കല്ല, അതിനെ വായിച്ച് ധ്യാനിക്കുന്നവർക്ക് അവർക്ക് ദൈവവചനം ദീപവുമായിരിക്കും, പാതിക്ക് പ്രകാശവുമായിരിക്കും. മൂന്നാമതായിട്ട്
നമ്മുടെ ഒരു ആത്മീയ കൂട്ടായ്മയും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക. ആത്മീയ കൂട്ടായ്മകളിൽ ഈ കോവിഡ് കാലത്തിന് ശേഷം, കോവിഡിൻ്റെ സമയത്താണല്ലോ നമ്മളുടെ ഈ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയത്. അത് നമുക്ക് വലിയൊരു സൗകര്യമായി തീർന്നു. കാരണം വീട്ടിലിരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ആരാധന കൂടാം, ഇരിക്കുന്നിടത്ത് എന്തും ചെയ്തുകൊണ്ടും ആരാധന കൂടാം, വീട്ടിലെ പണിയും നടക്കും, ആരാധന. അങ്ങനെ ഒരു സൗകര്യങ്ങളിലേക്ക് മനുഷ്യൻ മാറി. തീർച്ചയായിട്ടും ആ കോവിഡിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വളരെ അനുഗ്രഹമായിരുന്നു. എന്നാൽ അതെല്ലാം കഴിഞ്ഞു. ദൈവം ഒരു സമൃദ്ധി നമുക്ക് തന്നപ്പോൾ തീർച്ചയായും നാം തിരിച്ച് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് പോകണം. കൂട്ടായ്മകൾ പോവുകയും പങ്കെടുക്കുകയും എല്ലാത്തിനും സജീവ സാന്നിധ്യം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ പ്രോഗ്രാമുകളിൽ നമ്മൾ ഏത് പ്രോഗ്രാമാണെങ്കിലും ഇപ്പം പ്രസംഗം, അങ്ങനെ നമുക്ക് ദൈവം എന്ത് താലന്താണോ തന്നിരിക്കുന്നത് അതിൽ പങ്കാളികളാവണം. ഒന്നിലും മറച്ചു നിൽക്കുക. അതായത് ദൈവം തന്നിരിക്കുന്ന താലന്തിനെ നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന് ചുരുക്കം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ കഴിയും. ബൈബിളിൽ നിന്ന് ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ച് ഞാൻ നിർത്താം. ദാനിയേൽ 6:10 എഴുതിയിരിക്കുന്നത്, രേഖ എഴുതിയിരിക്കുന്നു എന്ന് കണ്ടതിന് ശേഷം, ഇല്ലേ, രാജാവിനോട് പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് കൽപ്പന കിട്ടിയതിന് ശേഷം ദാനിയേൽ ആകെ ചെയ്തത് യെരൂശലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടോ ഒളിച്ചും മറച്ചും ഒന്നുമല്ല, പതിവ് ചെയ്യുന്ന പോലെ യെരൂശലേമിൻ്റെ നേരെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് 3 നേരം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് രാജാവിന് മനസ്സിലെങ്കിൽ പോലും അവനെ കുറ്റപ്പെടുത്തിയവരവനെ സിംഹക്കുഴിയിൽ തള്ളിയിട്ട് ഭയപ്പെടുത്തിയപ്പോഴും ദാനിയേൽ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് ദൈവം സിംഹങ്ങളുടെ വായ അടച്ച് ദാനിയേലിനെ രക്ഷിച്ചു. ഇല്ലേ, ദാനിയേൽ എപ്പോഴും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോൾ ദൈവം സിംഹങ്ങളുടെ വായ അങ്ങോട്ട് അടച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസത്തിൽ നിലനിന്ന് കൂടുതൽ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ അടിയുറച്ച് ഒരു നല്ല ക്രിസ്ത്യാനിയായി തീരാൻ, നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഈ പ്രഭാതത്തിൽ എല്ലാവരോടും ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വചനം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.